ഹായ് ഡിയേഴ്സ്, അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് അഴീക്കോട് ഏരിയ കേട്ടോ. അഴീക്കോട് എന്ന് വെച്ചാൽ പല സ്ഥലത്തുണ്ട് അഴീക്കോട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതേത് അഴീക്കോടാന്ന്. എവിടെ നോക്കിയാലും ഉണ്ട് അഴീക്കോട്. മുനമ്പം എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട്. ഇത് നമ്മളുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് വരുന്നതെങ്കിലും തൃശ്ശൂരും എറണാകുളം ബോർഡറായ കനോലി കനാലാണ് ഈ കാണുന്നത്. കോട്ടപ്പുറം പാലം അതാണല്ലോ നമ്മളെ ബോർഡർ. അപ്പോൾ കോട്ടപ്പുറം പാലം, അതിനോട് ചേർന്ന് അഴീക്കോട് ജെട്ടി, മുനമ്പം എല്ലാം കൂടിയുള്ള നമ്മളൊറ്റ നോട്ടത്തിൽ കാണാൻ പറ്റിയ ഒരു സ്ഥലത്താണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ നമ്മളെ ചേരമാമ്പള്ളിയോട് കടപിടിക്കുന്ന മാർത്തോമ പള്ളിയും ഉണ്ട്. പണ്ടെന്ന് വെച്ചാൽ ജാതി മതഭേദമന്യേ എല്ലാവർക്കും എല്ലാം ആഘോഷങ്ങളായിരുന്നു. അപ്പം എൻ്റെ ചെറുപ്രായത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പള്ളിയിൽ അമ്പ് പെരുന്നാളുണ്ടാവും. അപ്പോൾ കുറേ വാഴപ്പിണ്ടി വാഴ തൊലി കളഞ്ഞിട്ട് അത് പിണ്ടിയോടുകൂടിയുള്ള ഒരു സംഭവത്തുമ്പിൽ ഇങ്ങനെ നിർത്തിയിട്ട് അത് ഇങ്ങനെ ഓരോ പല കളറിൽ ഇങ്ങനെ കൊടികൾ കുത്തിവെക്കും. ഇതുമ്പിൽ നിറച്ച് വഴിയോരത്ത് കുറേ ഇങ്ങനെ ഉണ്ടാവും. പിണ്ടി പെരുന്നാൾ എന്ന് പറയും. ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ മിക്ക സ്ഥലത്തും. ഇതാണ് നമ്മൾ കോട്ടപ്പുറം ബ്രിഡ്ജ്. ഇപ്പുറം തൃശ്ശൂരാണെങ്കിൽ അറ്റം കാണുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റാണ്. രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന പാലാണ് ഈ കാണുന്നത്. വളരെ അകലെയാണ് കേട്ടോ, ഒരുപാട് അകലെയാണ്. ഒരു 8 കിലോമീറ്റർ അങ്ങാണ്ട് അകലെയാണെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അത്രയും ഉണ്ടെന്ന് തോന്നുന്നു. ഇത് വരുന്നതെന്ന് വെച്ചാൽ ഇവിടെയും ഒരു പാലം വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അഴീക്കോടിനെ മുനമ്പത്തിനെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. ഇവിടെ ജങ്കാ സർവീസ് ഉണ്ടായിരുന്നു, ബോട്ട് സർവീസും ജങ്കാ സർവീസൊക്കെ. ഇനിയിപ്പോൾ ഈ പാലം വന്നാൽ അതുണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ നേരത്തെ നമ്മൾ കോട്ടപ്പുറം പാലം കണ്ടില്ലേ, ഇവിടെ നിന്ന് ഏകദേശം കൊടുങ്ങല്ലൂർക്ക് ഒരു 8-10 കിലോമീറ്ററിനുള്ളിലായിട്ടുള്ള 1 കിലോമീറ്റർ കൊടുങ്ങല്ലൂർക്കും ഉണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഈ കണ്ട കോട്ടപ്പുറം പാലില്ലേ, അവിടം വരെ എത്താൻ പിന്നെയും 5-6 കിലോമീറ്റർ ഉണ്ട്. അതും കഴിഞ്ഞ് നമ്മൾ മൂത്തകുന്നം, എറണാകുളം ഡിസ്ട്രിക്റ്റിലേക്ക് കടന്ന് മൂത്തകുന്നം കടന്ന് പിന്നെ അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് ഒരു 5-6 കിലോമീറ്ററൊക്കെ കടന്ന് പോയിട്ടാണ് ആ ബോട്ട് കിടക്കുന്ന സ്ഥലമില്ലേ, ഈ മുനമ്പം, ഈ പാലം വരുന്ന ഈ മുനമ്പം ഉള്ള സ്ഥലത്തേക്ക് നമുക്ക് വരണേ. ഈ ഒരു പാലം വന്നു കഴിഞ്ഞാൽ വെറും 5 മിനിറ്റിനുള്ളിൽ നമ്മൾക്ക് അഴീക്കോട് നിന്നും അങ്ങോട്ടെത്താം എന്നുള്ളതാണ് ഈ ഒരൊറ്റ പാലത്തിൻ്റെ ഇത്. പണി മുക്കാഭാഗം ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട്. ഇതാണ് ഇവിടെ ഒരു ക്രിസ്ത്യൻ പള്ളി വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ബോട്ടുണ്ട്. ഇപ്പോൾ ഇത് മീൻ പിടിക്കുന്ന ബോട്ടും വള്ളങ്ങളും എല്ലാം പോയിട്ട് വരുമ്പോൾ അവരെ സ്വീകരിക്കാനും അവർക്ക് കയറി വരാനുള്ള ഒരു ഇതാണ്. ഇത് പള്ളിയുടെ ഫ്രണ്ടിലായതുകൊണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുസ്ലിം സെറ്റ് എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. എന്നാലും പൈതൃക പദ്ധതിയുടെ ഇതിൽ ഗവൺമെൻറ് എന്നാൽ പോലും ഈ പള്ളിയാണ് ഇവിടുത്തെ ഈ ഒരു ലൊക്കേഷൻ്റെ ഹൈലൈറ്റിൽ നിൽക്കുന്നത്. പള്ളിയുടെ 2 സൈഡിലുള്ള ഈ കെട്ടിടങ്ങളൊന്നും പണ്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ആ കുപ്പ പോലത്തെ സംഭവം ഉണ്ടല്ലോ, ആ ബസ് കിടക്കുന്നതിൻ്റെത്, അവിടെ മാത്രമേ പണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ടോ, ഇതെന്താണെന്നറിയോ, അത്താണി. ഈ കനോലി കനാൽ വഴിയാണ് കൊച്ചിയിൽ നിന്നും ഫോർട്ട് കൊച്ചി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും എല്ലാം നമ്മൾക്ക് സാധനങ്ങൾ വന്നിരുന്നതും ഇവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോയിരുന്നതും. അപ്പോൾ ഇത് വന്ന് അടുക്കുമ്പോൾ തലച്ചുമടിൽ അല്ലെങ്കിൽ പൊക്കിയിട്ട് എടുത്ത് വെക്കാൻ അവർക്കൊരിത് വേണ്ടേ. അതിനെ പണ്ട് പറഞ്ഞ അത്താണി എന്ന് പറഞ്ഞാൽ അത് കരിങ്കല്ലിൽ തീർത്ത സ്ട്രോങ് സംഭവമാണ്. അന്നുള്ള അതേ സംഭവം തന്നെയാണ് ഇപ്പോഴും നമ്മൾ ആ കണ്ട സംഭവം. ഇതെന്താണെന്ന് വെച്ചാൽ ബോട്ട് സർവീസിനുള്ള ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടറാണ് കേട്ടോ അത്. ഈ സംഭവം അത് ഈ പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ഇത് ഉള്ളത്. ബോട്ട് നമ്മൾ നേരത്തെ കണ്ടില്ലേ, അത് തന്നെ ബോട്ട്. അപ്പോൾ ഈ കായൽ മൊത്തം 1 മണിക്കൂറാണോ 2 മണിക്കൂറാണോ എന്ന് അറിയില്ല, മൊത്തം കറങ്ങി ചുറ്റി വരാം നമുക്ക്. അത് പല റേറ്റിലും ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. പിന്നെ പല റേറ്റ് മീൻസ് വരുന്നത് പല മണിക്കൂറുകളനുസരിച്ചിട്ടാണ്. പിന്നെ ഈ പള്ളിയിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. പണ്ട് ഞാനിതുപോലെ കയറിയിട്ടുണ്ടായിരുന്നു. വാപ്ചിലാരത്തൊക്കെ പോവുമായിരുന്നു. അമ്പ് വരുന്ന ആൾക്കാരങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര ഉത്സവം പോലെ ഇവിടെ. അതുപോലെ തന്നെ ബോട്ട് റേസിങ് ഉണ്ടാവട്ടെ. ഇതിൽ കുറേ വള്ളങ്ങൾ ഇങ്ങനെ തുഴഞ്ഞ് വള്ളംകളി പോലൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു. ആ വള്ളംകളി പോലെ ഉള്ളതും ഉണ്ട്. അത് കഴിഞ്ഞാൽ ബോട്ടുകൾ കുറേ അലങ്കരിച്ചിട്ട് അതുകൊണ്ട് ഈ നാടൊരു ഉത്സവം പോലെ ഉണ്ടാ ശരിക്കും പറഞ്ഞാൽ.
ഇപ്പോഴും കറക്റ്റ് ഞാൻ ഈ ടൈമിലൊന്നും വന്നിട്ടില്ല. ഇത് നോക്കിയേ, ഓരോ തൂണും ചുറ്റുപാട് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ തൂണുകളുമ്മിൽ ഇങ്ങനെ നിർത്തിയിരിക്കുക. ഓരോ ഇപ്പോൾ യേശു ക്രിസ്തു അങ്ങനെ എല്ലാവിധ അമ്മമാരും ഇതുകളും ദൈവങ്ങളായ എല്ലാ ദൈവങ്ങളും അതിലുണ്ട് ഈ പള്ളിയുടെ. അതൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കിയപ്പോൾ എന്ത് രസമാണെന്നറിയോ കാണാൻ. അതേപോലെ ഇതിൻ്റെ ഉൾഭാഗം പഴയ പോലെ തന്നെയാണ് കേട്ടോ. കുറച്ച് വ്യത്യാസങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളൂ. അതിപ്പോൾ കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തല്. 20-25 വർഷം മുമ്പത്തെ ഒരു മാറ്റം ഇപ്പോഴത്തെ അതിനുള്ളതുള്ളൂ. പക്ഷെ ചെടികളൊക്കെ വെച്ച് പുൽത്തകിട് വെച്ച് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അതിൻ്റെ ഫ്രണ്ടേജ്. അതാണ് ഏറ്റവും വലിയ രസം. ഈ കൊടിമരം മുതൽ എല്ലാ സംഭവങ്ങളും അതൊക്കെ ഇപ്പോൾ വന്നതാണ്. ഇതൊക്കെ പഴയ കെട്ടിടത്തിൽപ്പെട്ടതാണ്. പഴയ ഇതിൽ അന്നും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ചെടികൾ അവർ ഓർക്കിഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലിത് എനിക്ക് ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഒരേ ബോർഡിൽ എഴുതി വെച്ചിരിക്കണം. നോക്കിയേ, ശ്രദ്ധിച്ചോ നിങ്ങളതെന്താന്ന് ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചു നോക്കട്ടാ. നോക്കാം, തൊടരുത്. നോക്കാം, നുള്ളരുത്. പൂക്കളെ പറിച്ചെടുക്കരുതെന്ന് പോയിട്ട് നോക്കിക്കോ. എല്ലാവിടവും കറങ്ങി നടന്ന് നോക്കി. അങ്ങനെ കുറേ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. 2 വാക്കിലുള്ളെങ്കിൽ അതിന് ഒരുപാട് അർത്ഥമുണ്ട്. എല്ലായിടത്തുള്ള പോലെ ഇവൻ നമ്മളിവിടെ വന്നിരിക്കുന്നുണ്ട്. വേസ്റ്റ് അവിടെ ഒന്നും ഇടാണ്ട് ഞാൻ കൊണ്ടുപോയിക്കോളാവേന്നും പറഞ്ഞിട്ട്. പിന്നെ കാഴ്ചകൾക്കായിട്ട് നമുക്കുള്ളിലേക്ക് പോവാം കേട്ടോ. ഇവിടെയൊക്കെ നല്ല ഭംഗി ചെടികൾ ഒരുപാട് വെച്ചിട്ടുണ്ട്. അങ്ങനെ വാതിൽ തുറന്ന് നമ്മൾ അകത്തോട്ട് കയറാനുള്ള ഇതിലാണ്. അപ്പോൾ ഇവിടെയൊക്കെ പണ്ടും ഇതേപോലെ തന്നെയൊക്കെ ആയിരുന്നു. ഈ ഭാഗത്താണ് ഫ്രണ്ട്, ആ ഭാഗത്ത് ഇങ്ങനെ ആൾ വരുന്നവർക്ക് ഇരിക്കാനും ഇതാക്കാനുള്ള പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. എങ്കിൽ പോലും ഇത്ര ഭംഗിയൊന്നും അന്നുണ്ടായിരുന്നില്ല, ഇതുപോലൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാട്ടോ അത് കാണുന്നത്. അപ്പോൾ അതിൽ ഇതായിരിക്കും മാർത്തോമ. എനിക്കറിയില്ല, ഇതിൻ്റെ ഡീറ്റെയിൽ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. ഇതാണ് ആ ദൈവം. എന്നാലും ബാക്കി കാര്യങ്ങളും ആൾക്കാരെ കാര്യങ്ങളും ഇതൊക്കെ സെറ്റ് ചെയ്ത് കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ടോട്ടലി ഒരു ചില്ലും കൂടിൻ്റെ ഉള്ളിൽ ഉണ്ട്. അതേപോലെ തന്നെ ഇത് ഇങ്ങനെ ഒരു വേഷത്തിൽ ഒരു ബൈബിളൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട് അവർ. അതുപോലെ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇതൊക്കെ പഴയ പിക്ചേഴ്സ് അതൊക്കെ നല്ല ഭംഗിയിൽ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും എല്ലാ പള്ളികളിലും ഇതുപോലെ വെറൈറ്റി, അതുപോലെ കൊരട്ടിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് വലിയ ഇതിലാണ് അവർ കൊത്തുപണികളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക കരവിരുതും ഒരു പ്രത്യേക ഭംഗിയാണ്. എന്തിനധികം പറയണേ, ഇവരുടെ ഭണ്ഡാരപ്പെട്ടി വരെ കാണാൻ ഭയങ്കര രസമാണ്. നല്ല കൊത്തുപണികളായിരിക്കും. അതാണ് ഏറ്റവും ഹൈലൈറ്റായിട്ട്. എല്ലാ സ്ഥലങ്ങളും അങ്ങനെ തന്നെ കേട്ടോ. എന്നാലും കുറച്ച് മുസ്ലിം പള്ളികളിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അധികം. പിന്നെ അമ്പലങ്ങളിലും ഉണ്ടാവും തൂണുകൾ, പ്രതിമകൾ, അതൊക്കെ നല്ല കൊത്തുപണികൾ കണ്ടിട്ടുണ്ട്. പള്ളികളിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. മുസ്ലിം പള്ളികളിൽ കൂടുതലും മിനാരങ്ങൾ, കുബ്ബകൾ അത് ഏറ്റവും വലുതാക്കുക, അല്ലെങ്കിൽ അതുപോലത്തെ ഡിസൈന് കെട്ടിടത്തമ്മിലുള്ള ഒരു ഡിസൈൻസ് അതായിരിക്കുള്ളൂ കൂടുതൽ. ഉള്ളിൽ കുറവായിരിക്കും. അവിടെ പിന്നെ ജുമാ നടക്കുന്ന പള്ളികളിലാണെങ്കിൽ കുറച്ച് സെറ്റപ്പ് ഈ അൾത്താരാണിച്ചൊക്കെ പോലെ തന്നെ അങ്ങനെ ജുമാ നടക്കുന്ന സ്ഥലത്തൊക്കെ നല്ല മരം കൊണ്ടുണ്ടാക്കണതും അത് ഓരോ പള്ളിയുടെ ബഡ്ജറ്റ് അനുസരിച്ച് ആയിരിക്കും അത് ചെയ്യുക. അപ്പം അങ്ങനെ. എന്നാലും ഇവരാണ് ഏറ്റവും കൂടുതൽ ഭംഗി. ഇതിപ്പോൾ പുറത്ത് നോക്കി പണ്ടത്തെ അഴീക്കോടിൻ്റെ ഒരു ഇതാണ് ആ പിക്ചറിൽ വന്നിട്ടുള്ളത്. പിക്ചറല്ല, അത് കൊത്തുപണിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ അതിലേ പണ്ടുള്ള ആൾക്കാരുടെ ഡ്രസ്സും മാർത്തോമയും അതേപോലെ തന്നെ അവിടുത്തെ വഞ്ചിയും വെള്ളവും കെട്ടുവെള്ളവും വരുന്നതും പോണതും ആ രീതികളും ഇതൊക്കെയാണ് അതിൽ. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, ഇതിൻ്റെ എല്ലാം കൂടി ഇതുള്ള മ്യൂസിയം. പക്ഷെ ഞാനേ പണ്ട് പോയപ്പോൾ എന്നെ പറഞ്ഞു പറ്റിച്ചതാണോ എന്നറിയില്ല. ഇതിൻ്റെ ഭാഗത്തൊരു വലിയ കിണർ പോലെയുണ്ട്. ആ കിണറിൻ്റെ അവിടെ ഉണ്ടല്ലോ ഒരു ആ കിണറ്റിൽ ഇങ്ങനെ സംസ്കാരം കഴിഞ്ഞിട്ട് വരുന്നതിൻ്റെ എല്ലുകളൊക്കെ കൊണ്ടുവന്ന് ഇടും എന്ന് പറഞ്ഞിട്ടതായിരുന്നു. ഇന്ന് ഞാൻ ചുറ്റുപാടൊക്കെ നടന്നു നോക്കിയിട്ട് എനിക്കത് കണ്ടില്ല കേട്ടോ. 2 കിണർ കണ്ടു, പക്ഷെ അതിലേതാണ് ഇത് ഇടുന്നതെന്നൊന്നും കണ്ടില്ല. പിന്നെ ആരെങ്കിലും ഷൂ വിളിച്ചാലോ പറയാൻ പറ്റില്ലേ, ഷൂ വിളിച്ചാൽ നോക്കി പോലോ, അത് കാരണമാണ്. അപ്പം ഞാൻ പിന്നെ ജസ്റ്റ് പോയി ഇങ്ങോട്ട് പോന്നു.
അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊന്നും ഇല്ല കേട്ടോ, ഞാൻ വെറുതെ തമാശ പറഞ്ഞതാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പുഴയുടെ സൈഡിലേക്ക് നീങ്ങി. എന്തിനാണെന്നറിയോ? വരിവരിയായിട്ട് മീൻ നിറച്ച വള്ളങ്ങളും ബോട്ടുകളുമായിട്ട് ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുക. ഇന്നലെ രാത്രി പോയവരാണ് ഈ വരുന്നവർ. ഇത് നിറച്ച് മീനുകളാണ് ഇതിൽ, പക്ഷേ ഇത് ബോട്ടല്ല, അതിൻ്റെ ചെറുതാണ്. ഇതിനേക്കാൾ വലിയ ബോട്ടുകൾ ഇനിയും ഉണ്ട് കേട്ടോ. ഇതും ബോട്ട് തന്നെയാണ് അല്ലേ? എനിക്ക് കറക്റ്റ് അറിയില്ല. 3 ടൈപ്പ് വരുന്നുണ്ട്. വഞ്ചി വരുന്നുണ്ട്, അതിനേക്കാൾ ഇത്തിരി സ്പീഡിൽ പോകുന്ന ഒരു സംഭവം വരുന്നുണ്ട്. 3 ടൈപ്പല്ല, ഒരുപാട് ടൈപ്പ് ഉണ്ട്. അപ്പം പിന്നെ അതിനേക്കാൾ മോട്ടർ വെച്ചിട്ട് സ്പീഡിൽ പോണ ഒരു സാധനം വരുന്നുണ്ട്. പിന്നെ വള്ളങ്ങൾ വരുന്നുണ്ട്. വഞ്ചി വിട്ടിട്ട് അതിന് മേലെ വരെ വള്ളങ്ങൾ വരുന്നുണ്ട്. ഇത് ബോട്ടാണോ വള്ളമാണോ ഏറ്റവും വലിയ സാധനമാണോ ഒന്നും എനിക്കറിയില്ല. ബോട്ടല്ല എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. ഇനി ആരെങ്കിലും അറിയുമെന്നുണ്ടെങ്കിൽ തന്നെ എന്നെ കുറ്റം പറയണ്ട, അത് കറക്റ്റ് കമൻറ്റ് ഇട്ടാൽ മതി, അപ്പം എനിക്ക് മനസ്സിലാവും. എന്തായാലും ഈ ഒരു ബോട്ടിൽ, എൻ്റെ അറിവിൽ ഇത് ബോട്ടാണ്. ഈ ഒരു ബോട്ടിൽ 35-40 പേരോളമാണ് ഇവർ പോകുന്നത്. ഇന്നലെ രാത്രി പോയി കഴിഞ്ഞിട്ട് വരുന്ന നേരമാണ് ഇന്ന് രാവിലെ. രാത്രി മുഴുവൻ നടുക്കടലിൽ ഇവർ പാചകം ചെയ്യാനുള്ള കാര്യങ്ങൾ, സ്റ്റൗ വരെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ കണ്ടു അത് കറക്റ്റായിട്ട്. ഇതിപ്പോൾ വരിവരിയായിട്ട് അവിടെ നമ്മൾ കണ്ടില്ലേ മുനമ്പം അവിടെ, അതുപോലെ ജെട്ടി കണ്ടില്ല, ആ ഭാഗത്ത് മീനൊക്കെ ഇറക്കിയിട്ട് ഇവർ സെറ്റായിട്ട് ഇവിടെ ലാൻഡ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇവിടെ വരിവരിയായിട്ട് വന്ന് കിടക്കണം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു ബോട്ട് വരും, അതിനടുപ്പിക്കും. കണ്ട അവിടെ ബോട്ടുകൾ അടുപ്പിച്ചിട്ടിരിക്കണം. ഇനി അതിൻ്റെ സൈഡിലേക്കാണ് ഇവർ പോണത്, അതിൻ്റെ സൈഡിൽ ഇവരിടും. ഇങ്ങനെ വരിവരിയായിട്ട് നിരന്ന് ഇങ്ങനെ കണ്ട ആയറ്റത്ത് കണ്ട നിരന്ന് കിടക്കണേ. ആയറ്റത്ത് അധികം വീതിയിൽ കിടക്കൂല, കാരണം ആ റൂട്ടാണ് ഇവരൊക്കെ വരുന്നത്, കടലിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് അവിടെ അങ്ങനെ കൂടുതൽ വീതിയിൽ കിടക്കില്ല. നമ്മളെ റോഡിൻ്റെ സിസ്റ്റം തന്നെ, റോട്ടിൽ കൂടുതൽ സ്ഥലത്ത് വീതിയിൽ കിടന്നു കഴിഞ്ഞാൽ കൂടുതൽ വണ്ടി പോണടുത്ത് കിടക്കാൻ പറ്റില്ലല്ലോ, അത് തന്നെ സിസ്റ്റം. പിന്നെ ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നതുകൊണ്ട് ഇടാൻ സ്ഥലമില്ല എന്നുള്ള ഒരു ചീത്തപ്പേര് വരില്ല, അത്രയേ ഉള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ ചെമ്മീൻ, അതേപോലെ തന്നെ വേളൂരി, അതേപോലെ തന്നെ കൊഴുവ, ഇതൊക്കെ നിങ്ങളുടെ നാട്ടിൽ പല സൈസായിരിക്കും കേട്ടോ പറയണത്. ഇത് വെളുത്തിട്ടൊരു മീനുണ്ട്, നല്ല വൈറ്റ് കളറിൽ, ഒരെണ്ണം വീതിയുള്ളതും ഒരെണ്ണം വീതി കുറഞ്ഞതും. ഈ സംഭവങ്ങളാണ് പല പേരിൽ അറിയപ്പെടും. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ ഈ സംഭവം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ ഇവരിൽ നിന്ന് നേരിട്ട് നമുക്ക് കിട്ടും. ഈ ബോട്ടിൽ നിന്ന് നമുക്ക് നേരിട്ട് കിട്ടും. അതെങ്ങനെയാണെന്നറിയോ? ഈ ബോട്ട് വരുന്ന ടൈമിൽ അതിന് തക്കതായ ആരെങ്കിലും കാവലുണ്ടായിട്ട് അവർ പറയണതിന് ലേലം വിളിച്ചെടുക്കുക. നമ്മളുടെയും അവരുടെയും തുക ലേലം വിളിക്കാൻ അറിയാമല്ലോ, അതിനനുസരിച്ച് എടുക്കുകയാണെങ്കിൽ അവരിൽ നിന്ന് നേരിട്ട് നമ്മൾക്ക് കിട്ടും. അല്ലെങ്കിൽ ഇടനിലക്കാർ വരും, കച്ചവടക്കാർ വരും. അപ്പോൾ ബൾക്കായിട്ടേ കിട്ടുള്ളൂ, കുറച്ചായിട്ട് കിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നലെ പോയവരെത്തിയിട്ടുണ്ട്, ഇനി വീണ്ടും നാളെ രാവിലെ പോകും.